ചേച്ചി എന്റെ ഒരു ഫ്രണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഫ്രണ്ട് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് നല്ല ക്ലോസ് ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ പുള്ളിക്കാരി ഇതുപോലെ പറയായിരുന്നു ചൈൽഡ്ഹുഡില് പുള്ളിക്കാരിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സെക്ഷുവൽ അബ്യൂസ്, അതും വീട്ടില് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അങ്കിൾ ആയിരുന്നു. അപ്പം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ പുള്ളിക്കാരി പറയായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരിയുടെ ക്യാരക്ടർ എന്തോരം മാറി, എന്തോരം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഭയങ്കര പേടിയായിരുന്നു. ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് പോവില്ല, വർത്താനം പറയാൻ പറ്റില്ല. അപ്പം ഇപ്പം വീട്ടിൽ നിന്നൊക്കെ പുള്ളിക്കാരി ഇപ്പം വേറെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പം അവിടുന്നാണ് പുള്ളിക്കാരിക്ക് ഈ കോൺഫിഡൻസ് വെക്കാൻ വേണ്ടി തുടങ്ങിയത്. ദാറ്റ് പുള്ളിക്കാരിക്ക് എല്ലാരോടും സംസാരിക്കാം, എല്ലാരെയും ഒന്ന് അകറ്റി നിർത്താം എന്നൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കുഞ്ഞിലെ ഈ കുട്ടികൾക്ക് എന്തുകൊണ്ട് പേരൻസിന്റെ അടുത്ത് ഇതൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല? നല്ല ചോദ്യം. കുട്ടികളെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും കുണ്ടാമണ്ടിത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ എടുക്കുന്നത്? ഫോർ എക്സാമ്പിൾ, രഞ്ജുവിന്റെ കുട്ടി വന്ന് പറയാണ്, അമ്മേ ആ വഴിയിൽ ഒരു ചെക്കനെ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ചേട്ടനാണ്, എനിക്കൊന്ന് തൊട്ട് നോക്കാൻ തോന്നി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. ദ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരിക്കും? അല്ല, നമുക്കിപ്പോ കുറച്ച് പേരന്റിങ് ഒക്കെ അറിയുന്നത് കൊണ്ട് അതെ, കുറച്ചൊക്കെ അറിയാം എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. നമ്മൾ വെക്കില്ല. ഈ അറിവ് ഒരു കാലം മുന്നേ വരെ നമുക്ക് ഉണ്ടായിട്ടില്ല. നീ ഇതിനാണോടി സ്കൂളിൽ പോകുന്നേ, തല താഴ്ത്തി നടക്കണം, നമ്മളോടൊക്കെ അങ്ങനെ പറഞ്ഞതായിട്ട് അറിയുണ്ടായി. പക്ഷെ എന്റെ അച്ചാച്ചൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ ഇതിനാണോ നീ സ്കൂളിൽ പോകുന്നേ, അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ മാർക്കും കൂടെ കുറഞ്ഞിരിക്കണം. അപ്പത്തെ അവസ്ഥ ആലോചിച്ച് നോക്ക്. പറഞ്ഞാലും കേൾക്കൂത്ത ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ. അപ്പോ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മാത്രം കുഞ്ഞുങ്ങൾ പറയുമ്പോൾ നമ്മളത് കേൾക്കുകയും അവരുടെ ഫാന്റസി വേൾഡിലുള്ള അവരുടെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ ഇതൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടി പിന്നീട് കാര്യങ്ങൾ പറയൂ? പറയില്ല. പേടി, പിന്നെ പേടിയാണ്. മനസ്സിലാക്കുവോ നോക്ക്, ഈ 10 വയസ്സിലാണ് ഇപ്പൊ ടീനേജിന്റെ പ്രായം. 10-12 വയസ്സില് അവർക്ക് പല ഫാന്റസീസ് ഉണ്ടാവും, പല ഇൻഫാക്ച്വേഷൻസ് ഉണ്ടാവും, ഒന്നല്ല 10 ഉണ്ടാവും. ഇതൊക്കെ പറയുമ്പോ നമ്മുടെ ഉള്ളിലുള്ള വാല്യൂ സിസ്റ്റം, അയ്യോ എന്റെ കുട്ടി മോശമായി, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആ രീതിയിൽ നമ്മൾ അവരെ മോണിറ്റർ ചെയ്ത് വാല്യൂ സിസ്റ്റം പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് പറയാൻ പറ്റില്ല. പിന്നെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അബ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും പലരും അത് ആരോടും പറയരുതെന്നാ പറയുന്നത്. ബന്ധങ്ങളിൽ വെള്ളിച്ച വരും. ചെറിയച്ഛൻ, മാമൻ, വല്യച്ഛൻ, അടുത്ത വീട്ടിലേട്ടൻ, ഇത് ഇങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഒരു കുറച്ച് വ്യക്തികളെങ്കിലും. അപ്പൊ ആ കുട്ടി എങ്ങനെ ആരോട് പോയി പറയും? അപ്പൊ ഇത് ആരോടും പറയാൻ പറ്റില്ല, നീ ശ്രദ്ധിച്ചാ മതി. അതാ അങ്ങനെയും പറയുന്നുണ്ട് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോ ഈ 10-12 വയസ്സ് എന്തെന്ന് ശ്രദ്ധിക്കാനാണ്? പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായ ലോകമുണ്ട്. അവർക്ക് എപ്പോഴും ഈ ഉടുപ്പും താത്തി ഇത് ശരിയാക്കി അത് ശരിയാക്കി നടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ എങ്ങനെ അത് ഡിഫെൻഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കണം. അത് കൃത്യമായിട്ട് പറയണം. അതും തിയറട്ടിക്കലായിട്ട് ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല. ടീനേജിലേക്ക് കടക്കുമ്പോ ടീനേജ് കുട്ടികൾ പ്രകടിപ്പിക്കേണ്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് സഹിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് കുട്ടി ചെയ്യണം. അത് സഹിക്കാൻ പാരന്റ്സ് കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ ഒരു ടീനേജ് കുട്ടീനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതർവൈസ് 2 ബോംബാണ് കയ്യില്. മനസ്സിലായോ? അത് എപ്പോ പൊട്ടുന്നറിയില്ല, എന്ത് പറയണം എന്നറിയില്ല, എപ്പോ വെള്ളം ഒഴിക്കണം എന്നറിയില്ല, എപ്പോ തീ പിടിക്കുന്നല്ലോ, അത്രയും ഫ്രസ്ട്രേഷനിലാണ്. അതേസമയം ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനടക്കം 3 പെൺകുട്ടികളാ. 3 ആൾക്കും 3 ആഴ്ച ആകുമ്പോഴത്തേക്കും പീരീഡ്സ് ആവും. അപ്പൊ നമ്മൾ പറയും PMS, MS എന്തൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്റെ ഭർത്താവ് പറയും, ഞാനിത് എവിടെ പോയി സഹിക്കും? അല്ലെ, നിങ്ങൾക്കൊക്കെ പീരീഡ്സ് ആവും, എനിക്കൊന്നും ഇല്ല, എനിക്ക് ഫ്രസ്ട്രേഷൻ. എന്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് പറയാറുള്ളതാ. നിങ്ങൾക്ക് മാത്രം മൂഡ് സ്വിങ്സ് വരും. പ്രത്യേകിച്ച് ഇത് ഞാൻ പറയാറില്ല, എന്റെ മൂത്ത മോളും പറയാറില്ല. ചെറിയ ആള് വെരി ഫേം PMS ആണ്. മൂഡ് സ്വിങ്സ് വരും.
പെൺകുട്ടികൾക്ക് അപ്പൊ നിനക്ക് ഇങ്ങനെ വരുന്നോണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് സാമ്പത്തിക പ്രശ്നം, ഭാര്യയെ കൊണ്ടുള്ള പ്രശ്നം, ബിസിനസിനെ കൊണ്ടുള്ള പ്രശ്നം, എനിക്ക് മൂടില്ലേ മോളെ എന്ന് ചോദിക്കും. എല്ലാ ഭർത്താക്കന്മാരുടെ ഇത് ഞങ്ങളുടെ വീട്ടില് 2 പെൺകുട്ടികളാണ്. അതാണ്. അപ്പൊ മാറി 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 വരുമ്പോ എനിക്കാണെങ്കിൽ എന്താ പീരീഡ്സ് ആവുന്നതിന് മുമ്പേ പ്രശ്നം, ആയി കഴിഞ്ഞാ പ്രശ്നം, അത് കഴിഞ്ഞാലും പ്രശ്നം, മൂഡ് സ്വിങ്സ് ആണ്. അപ്പൊ ഈ ആകമൊത്തം ഒരാഴ്ചയായിരിക്കും ഒരു റൈറ്റ് മൂഡിൽ അപ്പോഴായിരിക്കും മറ്റേ കുട്ടിക്ക് പീരീഡ്സ് ആവട്ടെ, അവരുടെ ഫ്രസ്ട്രേഷൻ. അപ്പൊ എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ കുട്ടി, ഇതാണ് ഈ കുട്ടിയുടെ ലോകം. ഇവിടെ പിടിച്ചു നിൽക്കാന്ന് പറയുമ്പോ എന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് കുറച്ചുകൂടെ കറക്റ്റാന്ന് തോന്നുന്നറിയോ? എന്തോ ആയിക്കൊണ്ടോട്ടെ, ഞാൻ എന്റെ കാര്യമായി, എനിക്ക് വെച്ചിട്ടുണ്ട്, എനിക്ക് TV കാണണം, എനിക്ക് ഉറങ്ങണം. അതൊരു നെഗ്ലിജൻസ് ആണെന്ന് ഞാൻ പറയില്ല. ഒരു പരിധിവരെ ഒരാളെങ്കിലും കുറച്ച് ലൂസ് ആയിട്ടില്ല എങ്കിൽ എല്ലാവരും അറ്റാക്ക് വന്ന് മരിച്ചു എന്നാ ഞാൻ പറയാ. മനസ്സിലായി? ഇപ്പൊ എന്റെ വീടൊക്കെ ഭയങ്കര അലങ്കോലായി കിടക്കും. പക്ഷെ അത് ഹസ്ബൻഡിന് ബുദ്ധിമുട്ടാണ്, ചെറിയ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്, ഞാനും മൂത്തയാളും ഇത്തിരി അലമ്പാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നതാണ്. അല്ലാണ്ട് എല്ലാവരും സ്ട്രിക്റ്റ് ആയി, എല്ലാവരും പോളിസി മേക്കേഴ്സ് ആയി, അങ്ങനെയാണെങ്കിൽ എങ്ങനെ കുടുംബം കൊണ്ടുപോകും? ഇത് ഇപ്പൊ എനിക്കും പ്രശ്നം എന്താന്നറിയോ, രാവിലെ എണീറ്റ് വരുമ്പോ വീട് അലങ്കോലമായി കിടന്നാൽ എന്റെ മനസ്സേ അലങ്കോലമാവും എന്നാണ് എന്റെ ഒരു വിചാരം. പിന്നെ എനിക്കിങ്ങനെ തൊട്ടേനും പിടിച്ചതിനും ഇങ്ങനെ എന്താ പറയാ ടൈം ബോംബ് പോലെ ടിക് 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 വെച്ചോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കും ഞാൻ പൊട്ടിത്തെറിക്കാൻ. എന്താന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വരുമ്പോ എന്റെ വീട് ക്ലട്ടറായിട്ട് കിടക്കുന്നു. പിള്ളേർ അവിടെ ഡൈനിങ് ടേബിൾ മുഴുവൻ സാധനങ്ങൾ ഇട്ടിരിക്കുന്നു. അവിടെ ഞാൻ നോക്കുമ്പോ മുഴുവൻ ബുക്സ് ഒക്കെ ബെഡിന്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പോഴത്തേക്കിനും എന്റെ മനസ്സ് മുഴുവൻ പോയി. പിന്നെ ഞാൻ ആദ്യമൊക്കെ പൊട്ടിത്തെറിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി അത് എന്റെ പ്രശ്നമാണ്. വൃത്തിയായി കിടക്കണം എന്നുള്ളത് എന്റെ പ്രശ്നം, അവർക്കതൊരു പ്രശ്നമല്ല. ഇതിലെന്താ അറിയോ, രഞ്ജുവിന്റെ വീട് ഇങ്ങനെ ആവണം എന്നൊരു ഡിസൈൻ ഉണ്ട്. സെയിം വേ അവർക്ക് അവരിയ്ക്കുന്നിടം എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കാനുള്ള സ്പേസും ഉണ്ട്. അതെ, ഞാൻ എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യണമെന്നറിയോ, റൂം ക്ലട്ടർ ആണോ, റൂമിന്റെ ഡോർ അടച്ചോ, എനിക്ക് പിന്നെ കാണണ്ട, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉള്ളിൽ ചെയ്തോ. ഇതിലും നമുക്ക് ചില ഡിസിപ്ലിൻ അവരെ പഠിപ്പിക്കാം. ആ കുട്ടി ഫുള്ള് എങ്ങനെയാണ് എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ബിക്കോസ് അവര് കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കണം, ഒറ്റയ്ക്ക് ഒരു സ്പേസിൽ ജോലി എടുക്കണം, സൗഹൃദങ്ങൾ ഉണ്ടാവണം. അപ്പോഴും ഇങ്ങനെ ആയിട്ടിരുന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ചില ദിവസങ്ങളെങ്കിലും നമ്മൾ അതിനെ ഷേപ്പ് ചെയ്യാൻ പഠിച്ചു. അതുണ്ട് കേട്ടോ, അതുണ്ട്. വെക്കേഷൻ ഒക്കെ വരുമ്പോൾ അവരുടെ കബേർഡ്സ് ക്ലീൻ ചെയ്യുക അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ടേബിൾ മുഴുവൻ അടുക്കി പെറുക്കുക അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ ഫ്രീ ആയിട്ട് ടൈം കിട്ടുമ്പോൾ കൊടുക്കുന്നുമുണ്ട്. അത്രയും മതി. എന്തിനാണ് ഈ സിസ്റ്റമാറ്റിക് ലൈഫ്? എന്തിനാണ് ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ്? അതിന് ഞാൻ വീടുന്നേ വിളിക്കില്ല. അതൊരു മിലിറ്ററി ക്യാമ്പാ. അങ്ങനെ വേറെ ആരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലായിട്ട് എന്തിനാ വീടിനെ വെക്കുന്നത്? നിങ്ങൾക്ക് അതുപോലെ ഒരു റെന്റ് എടുത്ത് അങ്ങോട്ട് പോയി താമസിച്ചാ പോരെ. ഇഫ് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകും, ഒരു 10,000 രൂപ 20,000 രൂപ ചെലവാക്കി ഒറ്റയ്ക്ക് പോയിട്ട് അന്തസ്സായിട്ട് അവിടെ ഇരിക്കും. അവര് വരും, സെർവ് ചെയ്യും, കൃത്യമായി ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി തരും, നമുക്ക് മാറാട്ടോ. അങ്ങനെ പറ്റുള്ളൂ. അതർവൈസ് അത് വീടല്ല. പക്ഷെ തമാശന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് പെൺകുട്ടികളുടെ മൂഡ് സ്വിങ്, നമുക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ആണുങ്ങൾക്ക് ഏതെങ്കിലും ഏജിലോ ടീനേജിലോ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഒരു പറയപ്പെടലുകൾ സാധാരണ ഇല്ല. പക്ഷെ അവരുടെ സ്വഭാവത്തിലാണ് വ്യത്യാസം വരിക. ലൈക്ക് ഈഗോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേ, ഞാൻ എല്ലാം അറിയുന്നവനാ, എന്റെ കാര്യത്തിൽ ഞാൻ അച്ഛൻ ഇടപെടണ്ട, എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്, എനിക്ക് പൈസ തരാൻ പറ്റോ ഇല്ലയോ, ദിസ് ഇസ് ദ ടോൺ. അമ്മയ്ക്ക് പൈസ എടുക്കാൻ പറ്റോ ഇല്ലയോ. പെൺകുട്ടികൾ അങ്ങനെയല്ല, അമ്മ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ 10 രൂപ 100 രൂപ. ആൺകുട്ടികൾ അവരുടെ നിലപാടിൽ ഭയങ്കര അതൊക്കെ ഒരു ചേഞ്ചാ. മനസ്സിലായോ? പിന്നെ അധികം സംസാരിക്കാണ്ടാവാ, അച്ഛനോട് ചോദിക്കുന്ന പറയുമ്പോ പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കേ, ആ രീതിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവരുടെ ഉള്ളിലെ ചേഞ്ചസ് ആണ്. അവർ കുറെ കൂടി ഇങ്ങനെ ചിന്തകളിലാണ് വരാൻ തോന്നുന്നു. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് കുറച്ചുകൂടി ഇമോഷണലി സെൻസിറ്റീവ് ഒക്കെ ആയിട്ട് ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന വേണ്ടാത്ത കുറെ കാര്യങ്ങൾ വരും. അവരെ സംബന്ധിച്ച് അതൊരു മാറ്റമാണ്. പിന്നെ അവര് മാസ്റ്റുബേഷൻ ഏജിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് അതിലൊരു പ്ലഷറും അല്ലെങ്കിൽ അതിലൊരു എക്സൈറ്റ്മെന്റും അതിന്റെ അങ്ങനെ പോകും. പെൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സംഭവങ്ങള് ആ പ്രായത്തിലില്ല. അവരുടെ ചേഞ്ചസ് ഈ പ്രകടനങ്ങളിലാണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ പറയും, നിങ്ങളുടെ ടീനേജ് കുട്ടി വളരെ നല്ല കുട്ടിയായി അടങ്ങി ഒതുങ്ങി ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വരുന്നു, TV ഓഫ് ചെയ്യും മോളെ മോനെ എന്ന് പറയുമ്പോ TV ഓഫ് ചെയ്യുന്നു, റിമോട്ട് ചോദിക്കുമ്പോ തരുന്നു, ഇഡലി കൊടുത്താൽ ഇഡലി കഴിക്കുന്നു, ഇന്ന ഡ്രസ്സ് ഇടുന്നു പറയുമ്പോ ഇടുന്നു, മുടി വെട്ടാൻ പറയുമ്പോ വെട്ടുന്നു. അങ്ങനെ നല്ല കുട്ടിയായി അധികം ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ, മൊബൈൽ നോക്കണ്ട,
ഇല്ല, TV കാണണ്ട, വേണ്ട, പഠിച്ചു. ഇങ്ങനെ തന്നെ ഒരു 17, 18 വയസ്സ് വരെ പോകുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്, കുട്ടിയെ ഡോക്ടറെ കാണിക്കണം. അതാ ഞാൻ ഓർക്കും ഇങ്ങനെയൊക്കെ കുട്ടികൾ ഇങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളൊന്നും അല്ല, ഇങ്ങനെ കുട്ടികൾ ഇല്ലാത്തതിലാണ് പാരന്റ്സിന് പ്രശ്നം. എന്താ അത്? എന്റെ കുട്ടിക്ക് ദേഷ്യം വരുന്നു, എന്റെ കുട്ടി അഗ്രസീവാണ്, എന്റെ കുട്ടി സാധനങ്ങൾ അടിച്ചെറിയുന്നു, എന്റെ കുട്ടി തർക്കുത്തരം പറയുന്നു, എന്റെ കുട്ടി അഭിപ്രായങ്ങൾ പറയുന്നു. ഇന്നേ വരെ എന്റെ കുട്ടി ഇങ്ങനെയല്ല. അയ്യോ, ഇങ്ങനെയല്ലല്ലോ കുട്ടികൾ വേണ്ടത്. കുട്ടികൾ അനുസരണ കുട്ടികളാവണ്ടേ, നല്ല കുട്ടിയാവണ്ടേ. തർക്കിക്കാൻ പാടുണ്ടോ? നുണ പറയാൻ പാടുണ്ടോ? വീട്ടിൽ വൈകി വരാൻ പാടുണ്ടോ? ഇതൊക്കെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്ന പാരന്റ്സ് ആണ് കൂടുതൽ. ഇത് പ്രശ്നമല്ല, ഇത് നോർമലാണ്. കുട്ടി ദേഷ്യപ്പെടണം. പോണ വഴിക്ക് ആ ചെയറെടുത്ത് 2 എറിഞ്ഞിട്ട് പോകും ചില സമയത്ത്. കാലുകൊണ്ട് ഒറ്റ തട്ടാണ്. നിങ്ങൾ സന്തോഷിക്കുക വേണ്ട. എന്റെ കുട്ടിക്ക് ദേഷ്യം പ്രകടിപ്പിക്കാൻ അറിയുന്നുണ്ട്, സപ്രസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? സന്തോഷം വരുമ്പോ അമ്മയെ എടുത്ത് കെട്ടിപ്പിടിച്ച് കറക്കുന്നുണ്ടെങ്കിൽ അവന് ഭ്രാന്തായിട്ടല്ല, കുട്ടിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഇഡലി കൊടുക്കുമ്പോ എനിക്ക് ദോശ മതി എന്ന് പറയുമ്പോ അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പറയുന്നത്. അങ്ങനെ 18 വയസ്സിന്റെ ഉള്ളിൽ വീട്ടിനകത്ത് കലഹിച്ച് പൊരുതി തീരുമാനങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടും ദേഷ്യം കാണിച്ച് നടക്കുന്ന കുട്ടിക്ക് 18 വയസ്സ് കഴിയുമ്പോൾ പുറത്തൊരു കോളേജിൽ പോകുന്ന സമയത്ത് അവളെയോ അവനെയോ ആരെങ്കിലും കയറി പിടിക്കുകയോ എന്തെങ്കിലും മോശം ചെയ്യുകയോ ചെയ്യുമ്പോൾ നീ ആരാണ് എന്ന് ചോദിക്കണ്ടേ? നിങ്ങൾ ആരാണ് എന്റെ കാര്യത്തിൽ ഇടപെടാനെന്ന് ചോദിക്കണ്ടേ? ഒരു അധ്യാപകനോ ഒരു പൊതു വേദിയിലുള്ള ഒരാളോ ബസ്സിലോ മറ്റോ ബസ് സ്റ്റോപ്പിലോ മറ്റോ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ എങ്ങനെ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയും? ഇത് ചോദിക്കാൻ പറ്റണമെങ്കിൽ ഈ ചോദ്യം ആദ്യം അച്ഛനോടും അമ്മയോടും ചോദിക്കണം. നിങ്ങൾ ആരാണ് എന്റെ അടുത്ത് ചോദിക്കാൻ? എനിക്കറിയാം എന്റെ കാര്യങ്ങൾ നോക്കാൻ. കറക്റ്റ്. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് 18 വയസ്സിന് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇതേ പാരന്റ്സ് എന്തോ അറിയോ, 20 വയസ്സായില്ലേ, ഇനിയെങ്കിലും നീക്കത് മുഖത്ത് നോക്കി പറഞ്ഞൂടെ? നീ എന്താ അത് എതിർത്ത് പറയാണ്ടിരുന്നത്? റാഗിങ് കിട്ടിയപ്പോ ഇങ്ങോട്ട് വന്നു, അത് അങ്ങോട്ട് പറയണ്ടേ, ടീച്ചറോട് പറയണ്ടേ എന്ന് നമ്മൾ ചോദിക്കും. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി എന്നോട് വന്നു, ഒരു പാരന്റ് പറഞ്ഞത് പരീക്ഷ എഴുതാണ്. പരീക്ഷ ഹാളിൽ ഇവള് നടുവിലാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് 10ാം ക്ലാസ്സിലെ 2 ചേട്ടന്മാരുണ്ട്. ഇവള് എഴുതിക്കൊണ്ടിരിക്കുമ്പോ മാത്സ് ആണ്, ഇവരിരുന്ന് കുലുക്കുക. ഞാനും അതൊക്കെ കുറെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചേട്ടാന്ന് ചോദിച്ചാൽ അവരവിടെ നിൽക്കും. ഇവളിത് എന്നിട്ട് എഴുതാണ്ട് വന്നു പരീക്ഷ. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എന്താണ് പറയാണ്ടിരുന്നത്? ടീച്ചറെ വിളിച്ചിട്ട് എനിക്ക് പേടിയാ, ടീച്ചറോട് ഇതൊക്കെ പറയാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ പറയണ്ടേ? അപ്പൊ വീട്ടിലെങ്ങനെയാണ്? വീട്ടിലെല്ലാം തീരുമാനിക്കണത് അച്ഛനമ്മയാണ്. എന്ത് പറയണം? ഒന്ന് ശബ്ദം ഉയർത്തോണ്ട് സംസാരിക്കൂ, വീട്ടിലിങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോ കുട്ടികൾക്ക് അവരൊറ്റപ്പെട്ട് ജീവിക്കേണ്ട സമയത്ത് അഭിപ്രായങ്ങൾ പറയാൻ പറ്റാണ്ടാവും. അപ്പൊ അത് 23 വയസ്സ് കഴിഞ്ഞിട്ട് പണ്ട് പറയും കല്യാണം കഴിച്ചു കൊടുത്തപ്പോ അത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്തുകൂടായിരുന്നാ? നീ എന്തിനാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നത്? അവിടെ ഉപദ്രവിക്കപ്പെടുമ്പോ ഹസ്ബൻഡ് ആണെങ്കിലും ഇൻലോസ് ആണെങ്കിലും ഈവൻ ഭർത്താക്കന്മാർ ഉപദ്രവിക്കപ്പെടുമ്പോഴും എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാൻ പറ്റണ്ടേ കുട്ടികൾക്ക്? അത് പറ്റുന്നില്ല. കാരണം അന്ന് അഭിപ്രായം പറയുമ്പോ അച്ചടിച്ചിട്ടുണ്ടാവും. സോ നീ അഭിപ്രായം പറയരുത്, നിന്നെ വേദനിച്ച് നമ്മൾ പറയില്ലേ, 2 എണ്ണം കൊടുത്തിട്ട് പറയും കരയരുതെന്ന്. ചെറുപ്പത്തില് കുട്ടികളോട് കരയാൻ സമ്മതിക്കില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നല്ല അടി അടിച്ചിട്ട് പറയും കരഞ്ഞു പോകരുതെന്ന് പറയും. അപ്പൊ വേദന വരുമ്പോ സങ്കടം വരുമ്പോ എക്സ്പ്രസ് ചെയ്യാൻ ആ കുട്ടിക്ക് ഇടം കിട്ടിയിട്ടില്ല. ആ കുട്ടി എങ്ങനെയാണ് ഒരു വിവാഹം കഴിഞ്ഞ് പോകുമ്പോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പില്, ഇനിയിപ്പോ എന്ത് റിലേഷൻഷിപ്പിൽ പോകുമ്പോ ഉപദ്രവിക്കുമ്പോ എങ്ങനെ നോ പറയും? ഇതായിരിക്കും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആ കുട്ടിക്ക് ചിലപ്പോ മനസ്സിലാവാത്ത, ബീറ്റ് ഗൈ ഓർ എ ഗേൾ, 2 സൈഡിലും ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിയാതെ അതിൻ്റെ അകത്ത് കിടന്ന് ഈ നീറി അവസാനം വേറെ ഒരു വഴിയില്ലെങ്കിൽ ഇതർ സൂയിസൈഡ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഡിപ്രഷനിലേക്ക് പോവുക അല്ലേ? അതായത് അച്ഛൻ തല്ലി വളർത്തി, അമ്മ ചീത്ത പറഞ്ഞു വളർത്തി, അമ്മ തല്ലി വളർത്തുന്നൊക്കെ എന്റെ നല്ലതിനല്ലേ? എന്നെ അച്ഛനും അമ്മയും നിയന്ത്രിക്കുന്നത് നല്ലതിനല്ലേ? അപ്പൊ ഞാൻ അത് അനുസരിക്കുന്നു. ഈ നല്ലതിനല്ലേ എന്ന് പറയുന്ന സാധനമാണ് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പ്രണയമാണെങ്കിലും ഒക്കെ അവൻ എന്നെ ചീത്ത വിളിച്ചത് അത് നല്ലതിനായിരിക്കുമല്ലോ എന്ന് തോന്നാം. എനിക്ക് ഏറ്റവും സങ്കടവും സന്തോഷവും ഉണ്ടാക്കിയ ഒരു അനുഭവം ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഫാമിലി പ്രശ്നമാണ്, സെപ്പറേറ്റഡ് ആണ്, ഫിനാൻഷ്യൽ പ്രോബ്ലം, അതൊക്കെ എന്തൊക്കെയോ ആയിക്കോട്ടെ, സ്വന്തം ആഗ്രഹങ്ങൾ 42 വയസ്സായ സ്ത്രീക്ക് സ്വന്തം ആഗ്രഹങ്ങൾ ചെയ്യാൻ പേടിയാ. എന്തായിരിക്കും ഒരു 42 വയസ്സുകാരുടെ ആഗ്രഹം?
വെളിയിൽ പോവാ, ഷോപ്പ് ചെയ്യാ. വെളിയിൽ പോവാ, ഷോപ്പ് ചെയ്യാ. ഗോപുവിന് എന്താ അഭിപ്രായം? എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങുക, ഇന്റീരിയറിൽ ചേഞ്ച് ആ. വരുത്തുക, അത്ര. യെസ്. ഇവരുടെ ആഗ്രഹം എന്ന് പറയുമോ ഒന്ന് മൂക്ക് കുത്തണം എന്നായിരുന്നു. അച്ഛൻ. ആവശ്യോ. ആ മൂക്ക് കുത്താൻ ഉം. ഇത്രയും ആഗ്രഹമുള്ള ആൾക്ക് ഞാൻ ചോദിച്ചു, ഇവൻ അവര് നല്ല വർക്ക് ചെയ്യുന്ന നല്ല ശമ്പളം ഉള്ള ഒരു ലേഡിയാണ്, എന്താ മൂക്ക് കുത്താത്തെ? അമ്മയ്ക്ക് സങ്കടം വരും, അമ്മയ്ക്ക് ഇഷ്ടല്ലാന്ന്. അപ്പൊ ഈ 40 വയസ്സ് 42 വയസ്സായ സ്ത്രീക്ക് 60 70 വയസ്സായ അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കി ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡും മാരേജ് ലൈഫും ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ. അമ്മയ്ക്ക് ഇഷ്ടാവില്ല, അച്ഛൻ ഇഷ്ടാവില്ല, ചെറിയമ്മയ്ക്ക് ഇഷ്ടാവില്ല. അത് അവളുടെ ചേട്ടൻ അങ്ങനെയല്ല. ആ. ചേട്ടന് ഇഷ്ടമുള്ളത് ചെയ്യും, അഭിപ്രായങ്ങൾ പറയും. ഈ കുട്ടി വിചാരിക്കണത് ഞാൻ അഭിപ്രായം പറഞ്ഞാൽ എന്റെ ഇഷ്ടം നടപ്പിലേക്ക് എന്റെ അമ്മ വിഷമിക്കില്ലേ? അങ്ങനെ സപ്രസ് ചെയ്ത് ഈ 42-ാമത്തെ വയസ്സിൽ സിവിയർ ഡിപ്രഷനിലേക്ക് പോയി. ഞാൻ എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കൗൺസിലിങ്ങും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അവസാനം നമ്മൾ ഈ CBT എന്ന് പറയുന്ന കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പി ഒക്കെ ചെയ്ത് വന്ന് ഓക്കെ. അന്ന് അങ്ങനെ ചെയ്തത് ഞാൻ കുട്ടിയായിരുന്നു, ഞാൻ ഹെൽപ്ലെസ് ആയിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ 42 ഇയർ വയസ്സുള്ള ഓൾഡ് ലേഡിയാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ജോലിയുണ്ട്. സോ ദാറ്റ് എനിക്കിപ്പൊ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്ന് ചിന്തിപ്പിച്ച് ആദ്യത്തെ സിറ്റിങ്ങിൽ അവര് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോയിട്ട് പറഞ്ഞു അല്ല സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. ഐ തിങ്ക് അവര് സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. അതെ. രണ്ടാമത്തെ വിസിറ്റിന് വന്നപ്പോ ഞാൻ ആദ്യം ചോദിച്ചു മൂക്കുത്തി എന്ന് ചോദിച്ചു, ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എഗെയിൻ നമ്മൾ തെറപ്പിയും ചൈൽഡ്ഹുഡ് ട്രോമ ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ് അവര് അന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ മൂക്കുത്തും എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവര് പോയി മൂക്കുത്തി എനിക്ക് ഫോട്ടോ അയച്ചു. നമുക്ക് തോന്നും ചെറിയൊരു ആഗ്രഹം ഇതിലൊക്കെ പോയി എന്തിനാ അമ്മ അടുത്ത് ചോദിക്കണം. പക്ഷെ നമ്മുടെ ചെറിയ പ്രായത്തില് നമ്മുടെ പാരന്റ്സ് അടിച്ചേൽപ്പിക്കുന്ന വാല്യൂ സിസ്റ്റം, അന്നത്തെ കാലത്തെ ശരിയെന്ന് വിചാരിക്കുന്ന കുറെ വാല്യൂ സിസ്റ്റംസ് കൊണ്ട് ഇന്ന് നീറി കഴിയുന്ന 90s 80s കിഡ്സ് ആണ് കൂടുതലും. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ വിജിത, എനിക്ക് ഇതിന്റെ വേറൊരു സൈഡ് കേൾക്കുമ്പോൾ എനിക്കിത് രണ്ടും കൂടി എങ്ങനെ എന്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം എന്ന് അറിയുന്നില്ല. ഒരു സൈഡിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു കുട്ടി വളരുമ്പം പാരന്റ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് ട്രൈ നോട്ട് ടു ഷോ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്. നിങ്ങൾ നിങ്ങളുടെ ഡിസ്കഷൻസ് കീപ്പ് ഇറ്റ് ടു വൺ സൈഡ്, വേറെ കുട്ടികൾ കാണാത്തപ്പോ. ഇപ്പൊ വിജിത പറഞ്ഞു വരുന്നത് കുട്ടികളും നമ്മളെ കണ്ടിട്ടല്ലേ വളരുന്നത്. നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുക. അപ്പം നമ്മൾ വീട്ടിൽ ആസ് എ കപ്പിൾ ഓവർ അഗ്രസീവ് അല്ല. ചിലപ്പോൾ ഷൗട്ട് ചെയ്യണം, ഫ്രസ്ട്രേഷൻ കാണിക്കണം എന്നാണെങ്കിൽ നമ്മൾ അത് കുട്ടികളെ മുമ്പ് കാണിച്ചാൽ അത് തെറ്റാന്ന് പറയുന്നു. നമ്മളിപ്പോ ഭയങ്കര ഡിപ്ലോമാറ്റിക്, ഹലോ വരൂ ഇരിക്കൂ, ദേഷ്യം വന്നാൽ അകത്ത് പോയിട്ട് പതുക്കെ സീക്രട്ട് ആയിട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അപ്പൊ കുട്ടിക്ക് നമ്മൾ ഒരു മിക്സഡ് മെസ്സേജ് ആയില്ലേ. ഇപ്പൊ കാണിക്കണോ അവരുടെ ഇമോഷൻ, അതോ കാണിക്കരുതോ? നല്ല കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണ്. നോക്കൂ, ഞാൻ ഇവിടെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറണമെന്നേ പറഞ്ഞിട്ടില്ല. അല്ല വിജിത പറയുന്നില്ല, പൊതുവെ ആൾക്കാർ പറയുന്നു നമ്മൾ വളരെ ഡീസന്റ് കുട്ടി അത് കണ്ടിട്ട് വളരുന്നത്. അപ്പൊ നിങ്ങൾ കുട്ടി തല്ലുകൂടി. എനിക്ക് കുറച്ച് എതിരഭിപ്രായം കേട്ടോ. എന്ന് പറഞ്ഞാ ഇപ്പം എന്റെ ഡാഡിയും മമ്മിയും എനിക്ക് കുറച്ച് നല്ല, എനിക്കല്ല ചേച്ചിക്കും അനിയത്തിക്കും, ഞങ്ങക്ക് 3 പേർക്കും എവിടെ പോണോ പോകാം, എവിടെ ഒന്ന് വിളിച്ച് പറയണം നമ്മൾ ലേറ്റ് ആയാൽ. ബിക്കോസ് ഒബ്വിയസ്ലി ഒരു ടൈം ഉണ്ടല്ലോ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ തിരിച്ച് വീട്ടിൽ വരാൻ. ആ ഒരു ടൈമിന് വന്നില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഫോൺ ചെയ്ത് പറയണം ദാറ്റ് ഇന്ന കാരണം കൊണ്ട് ലേറ്റ്. പറയുന്ന കേക്ക്. ആ ഒരു ഇൻഡിപെൻഡൻസിൽ വളർന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ അച്ഛനും അമ്മയും എന്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും അവര് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയാണ് പറയാറും ചെയ്യാറും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മമ്മിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡാഡിയുടെ അടുത്ത് മമ്മി ക്വസ്റ്റ്യൻ ചെയ്യും. സോ അങ്ങനെ കണ്ടു വളർന്ന ഞാൻ, എനിക്ക് ഈ റൂമിന്റെ അകത്ത് പോയി RCയുടെ അടുത്ത് വിളിച്ച് എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന രീതിയേ അല്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ പറയുന്ന ഒരാളെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഓർ എന്തെങ്കിലും ഡിബേറ്റ് ഉണ്ടെങ്കിലും ഫ്രണ്ടിൽ തന്നെ ചെയ്യുന്ന. അതുകൊണ്ട് കുട്ടികൾക്കും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും ഇപ്പൊ എന്റെ മോൾക്ക് പറയണം മമ്മ അത് ചെയ്തത് ശരിയല്ല എന്ന് പറയണമെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതിന് അവരും ഇതുപോലെ മാറ്റി വെച്ച് മമ്മ അത് ശരിയല്ല കേട്ടോ എന്നൊന്നും പറയേണ്ട ഒരു സ്വഭാവം എനിക്ക് തോന്നുന്നില്ല. വൈ ഷുഡ് വി ഡു ദാറ്റ്? അത് വിജിത തന്നെയാ പറഞ്ഞേ. വിജിത പറയുന്നത് അവരുടെ എന്ത് ഇമോഷൻ ഉണ്ടെങ്കിലും അത് വീട്ടിൽ കാണിക്കണം എന്നാ. ഞാൻ പറയുന്ന ഒരു സൈഡ് ഓഫ് പാരന്റിങ്ങിന്റെ
ക്ലാസ്സസ് എവിടെയെങ്കിലും നിങ്ങൾ പോകുമ്പം അവർ പറഞ്ഞു തരുന്നത് വൈ ഈസ് യുവർ ചൈൽഡ് ബിഹേവിങ് കുറച്ച് വയലന്റ്ലി അല്ലെങ്കിൽ അഗ്രസീവ്ലി പറഞ്ഞാൽ കുട്ടി കണ്ട് വളരുന്നതാണ് കുട്ടി കാണിക്കുന്നത് എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പം എപ്പോഴും അവർ കുട്ടികളെ അല്ല കറക്റ്റ് ചെയ്യാൻ പോണേ, അവർ പാരന്റ്സിനെ കറക്റ്റ് ചെയ്യാൻ പോണേ. വാട്ട് ഡിഡ് യു വാച്ച് ഫ്രം ദം? അപ്പൊ പാരന്റ്സിന്റെ മേലെ ഇപ്പൊ വി ആസ് പാരന്റ്സ് 2 ടൈപ്പ് ഇൻഫർമേഷനാ പുറത്തുനിന്ന് കിട്ടുന്നത്. സി എല്ലാരും സ്പെഷ്യലിസ്റ്റ് അല്ലല്ലോ. സോ വി ആർ ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഫ്രം ഔട്ട് സൈഡ്. സോ ഒരു സെക്ടർ ആൾക്കാർ പറയുന്നു യു കൺട്രോൾ യുവർ ബിഹേവിയർ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ചൈൽഡ് എന്ന്. ഒരു സെക്ടർ പറയുന്നു നോ നീഡ് ടു കൺട്രോൾ, ബി യുവർ സെൽഫ് എന്ന്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു സിമ്പിൾ എന്തൊരു ലൈൻ ഉണ്ട്, വേർ എഗ്രഷൻ ഫ്രസ്ട്രേഷൻ ഓവർ ആവാതെ ബട്ട് നമ്മൾക്ക് പറയാനുള്ളത് പറയവും വേണം. അത് എവിടെ നിങ്ങളെ പോലത്തെ പ്രൊഫഷണൽസ് ഗൈഡ് ചെയ്യാന്ന് എന്റെ ക്വസ്റ്റ്യൻ. ചോദ്യം ക്ലിയർ ആണ്. പറയേണ്ടത് പറയണം. ഡിസ്ട്രക്റ്റീവ് വേ ഓഫ് എക്സ്പ്രസിങ് ദ ഇമോഷൻസ്, അതാണ് പ്രശ്നം. അതൊരിക്കലും കുട്ടികളുടെ മുന്നിൽ ചെയ്യരുത്. ഇപ്പൊ രഞ്ജു പറഞ്ഞ പോലെ എനിക്ക് RC അല്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്തത് ഇത് ശരിയായില്ല എന്ന് പറയണതും കയ്യും കാലും കാണിച്ച് 2 കൊടുത്തിട്ട് നിങ്ങൾ എന്ത് മനുഷ്യനാണ്, ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെ, ഇതും വ്യത്യാസം. അതാ ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു ഹിയർ. ഇതാണ് കറക്റ്റ് ഇൻഫർമേഷൻ. അതായത് ഡിസ്ട്രക്റ്റീവ് വേ ഓഫ് എക്സ്പ്രസിങ് ദ എന്താണെങ്കിലും ഇമോഷൻസ്, ബിഹേവിയർ, എന്ത് വേണമെങ്കിലും അത് കുട്ടികളുടെ മുന്നിൽ ആവരുത്. ഞാൻ അതിന് എപ്പോഴും എന്റെ പാരന്റിങ് ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കുഞ്ഞ് ഇത്രേ ഉള്ളൂ, 3 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ്. ആ കുട്ടി എന്തോ ഒരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നു. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ചിലപ്പോൾ ഒരു സാധനം തല്ലി പൊട്ടിക്കുന്നതായിരിക്കാം, ഭക്ഷണം തുപ്പുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. നമ്മൾ അതിനോട് ഫസ്റ്റ് എടുക്കുന്ന നിലപാട്, നിങ്ങൾ രണ്ടുപേരും പാരന്റിങ് ഒക്കെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യില്ലായിരിക്കും, സ്റ്റിൽ ഒരു കോമൺ ആയിട്ട് വായിക്കാറുണ്ട്. അതെ. അപ്പൊ പലപ്പോഴും നമ്മുടെ കാലത്ത് ആലോചിച്ചാൽ മതി, അത് കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും പാരന്റ്സിന്റെ? ഒരറ്റടി അല്ലെങ്കിൽ ഒരു നിലവിളിയാണ്. ഈ കുഞ്ഞു കുട്ടി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യാ? ബ്ലാങ്ക് ആവും, ഷോക്കാവും, ആയി പോവും, കരച്ചിൽ വരും അല്ലേ? കുട്ടി പഠിക്കുന്ന ഒരു പാഠമുണ്ട്, ഒരു കാര്യം എന്തോ ഞാൻ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമല്ലാത്ത ചെയ്തു, അതുകൊണ്ടാണ് അവരെന്നെ തല്ലിയത്. പക്ഷെ എന്തിനാണെന്നൊന്ന് എന്താണ് ഇതുകൊണ്ട് കുഴപ്പമെന്ന് നമ്മൾ പറയുന്നില്ല. ആ കുട്ടിക്ക് 6 വയസ്സായി. അപ്പൊ ഇത് പ്രോസസ് കണ്ടിന്യൂ ചെയ്യണ്ട. 6 വയസ്സിൽ കാണിക്കുന്ന കുരുത്തക്കേട് ഈ വയസ്സിലുള്ളതല്ല. അപ്പോഴും നമ്മൾ എങ്ങനെയാ റിയാക്ട് ചെയ്യുക? കുരുത്തക്കേട് കാണിക്കുമ്പോ ചിലപ്പോ ആ സമയത്ത് പഠിക്കുമ്പോ പുസ്തകത്തിന്റെ പേജ് കീറും, വരച്ചോണ്ടിരിക്കും, അപ്പോഴും അടിക്കും. അപ്പോഴും കുട്ടി അഗെയിൻ ദ തിങ് ഈസ് റീഇൻഫോഴ്സിങ്. അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമില്ലാത്തത് ചെയ്തു, അല്ലെങ്കിൽ ടീച്ചർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തു, അടി കിട്ടി. ആൻഡ് ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സായി അല്ലെങ്കിൽ 16 വയസ്സായി. കുട്ടി പഠിച്ചു വന്ന പാടുണ്ട്, ഇഷ്ടമില്ലാത്ത കാര്യം ആര് ചെയ്താലും നമുക്ക് തല്ലാം, ചീത്ത വിളിക്കാം. കുട്ടി പഠിച്ചതാണ് 16 വയസ്സ് വരെ. അപ്പോഴാണ് അച്ഛൻ പറയണ അല്ലെങ്കിൽ അമ്മ പറയണത്, നീ എന്താണ് ഇങ്ങനെ ചെയ്യണത്, ഇങ്ങനെയല്ലോ ചെയ്യേണ്ട മോനെ എന്നൊക്കെ പറയുന്നത് കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് വിചാരിക്കും. കുട്ടി എന്തായിരിക്കും ആദ്യത്തെ റിയാക്ഷൻ? ഇപ്പൊ അവൻ ടീനേജ് ആണ്, അവനെ സംബന്ധിച്ച് അവനാണ് വലുത്. നിങ്ങൾ ആരാണ് എന്നോട് ചോദിക്കാൻ? കയ്യോങ്ങും, അല്ലെങ്കിൽ അന്ന് അച്ഛനും അമ്മയും വിളിച്ച് തെറി വിളിക്കും. ക്ലിയർ? ഇതാര് പഠിപ്പിച്ചു? ഇരുത്തി പഠിപ്പിച്ചൊന്നല്ല. മനസ്സിലായോ? ഈ കുട്ടി അനുഭവിച്ച് അനുഭവങ്ങളിൽ നിന്ന് കുട്ടിക്കുണ്ടായ സ്വഭാവ രൂപീകരണമാണ്. ഇനി കുട്ടിക്ക് അപ്പൊ വീട്ടിൽ തല്ലാൻ പറ്റിനാന്ന് വിചാരിക്കും. കുട്ടി പക്ഷെ പാഠം പഠിച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത ചെയ്താ അല്ല, അല്ലെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിയാം, പൊട്ടിക്കാം. സ്കൂളിൽ പോയി, സ്കൂളിൽ ടീച്ചറോ പ്രിൻസിപ്പളോ എന്തെങ്കിലും അവന് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു, ഈ മുടി വെട്ടാണ്ട് നിങ്ങോട്ട് കയറി വരണ്ട. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ പറയണത്? കുട്ടി നേരെ ബാത്റൂം പോവും, ക്ലോസറ്റ് തല്ലിപ്പൊട്ടിക്കും, ഫാൻ തല്ലിപ്പൊട്ടിക്കും, ബെഞ്ചും ഡെസ്കും തല്ലിപ്പൊട്ടിക്കും. അല്ലെങ്കിൽ പോണ പോക്കിന് ഏതെങ്കിലും ചെക്കൻ വരുമ്പോ എന്താടാ നീ ഇങ്ങനെ നടക്കണ ചൊറാറ്റ അടി, നീ ആരാടാ ചോദിക്കാൻ? അവിടെ നിന്ന് കിട്ടിയത് അവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊടുത്തു. കുട്ടിക്കൊരു ലാബിൽ ഒന്നെന്താ, കുട്ടിക്ക് സ്വഭാവ പ്രശ്നമുണ്ട്, കേൾക്കാൻ ക്ഷമയില്ല, സിസ്റ്റം റൂൾസ് നീ എന്താണ് പറ്റുന്നില്ല. അതിവിടുന്ന് 3 വയസ്സിൽ തുടങ്ങിയതാണ്. 3 വയസ്സിനപ്പുറം ഉണ്ട് ഈ കോറ കൊടുക്കുന്ന സമയം, ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന സമയം. മക്കൾക്ക് വാശിയുണ്ടോ? വാശിയുണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ഫീഡിങ്ങേ തുടങ്ങും. കുട്ടിക്ക് പാല് വേറെ നിറയെ കൊടുക്കുന്നതിനപ്പുറം അമ്മയുടെ ബ്രസ്റ്റ് ഫീഡിങ് വേദന വരുന്നതുകൊണ്ട് അമ്മ ഇടക്കിടക്ക് കൊടുക്കും, നിർബന്ധിച്ചു കൊടുക്കും. അമ്മയുടെ വാശിയാണത്. വാശിന്നപ്പുറം നമ്മുടെ ഗതികേടുന്ന് കൊടുക്കുന്ന. ഫീഡ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്, കുട്ടിക്ക് വയറ് നിറഞ്ഞു, സ്റ്റിൽ കുത്തി 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 കൊടുക്കും നമ്മള്.
മനസ്സിലായി. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു 7 ഇയേഴ്സിന് മുന്നേ ഉള്ള ബിഹേവിയർ കാണുന്നതും കേൾക്കുന്നതിൽ നിന്നാണ് കുട്ടി ഉണ്ടായി വരുന്നത്. അപ്പൊ പറയാം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ഞാൻ മുമ്പ് നന്നായി ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. ബിഫോർ ഈ ലേണിംഗ് ഈ സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പേ. അപ്പൊ നന്നായിട്ട് ചീത്ത പറയും, നന്നായിട്ട് ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് പഠിച്ച ശേഷം നമ്മൾ ചീത്ത വിളിക്കുന്നതിന്റെ എണ്ണവും തോതൊക്കെ കുറഞ്ഞു. ഇപ്പൊ ഒരു 95% നമ്മൾ ചീത്ത വിളിക്കാറേ ഇല്ല. ഒരു 5% മേ ബി നമ്മുടെ പീരീഡ്സും നമ്മുടെ യാത്രാക്ഷീണങ്ങളൊക്കെ ആകുമ്പോൾ എന്തെന്നാന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ പറയുന്ന ഒരു കാര്യം ഇതാണ്, മോളെ നീ ഇത് ചെയ്തത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്റെ ഈ പ്രവൃത്തി എന്ന് പറയും. റിപ്പീറ്റഡ് ആയിട്ട് ഇതന്നെ പറഞ്ഞപ്പോ ഇപ്പൊ എന്റെ ചെറിയ മോളാണ് ഇപ്പൊ പറയാ, നമ്മൾ ഈ ജോലി കഴിഞ്ഞ് പോകുമ്പോ ഈ കമ്മൽ അഴിച്ചവിടെ വെക്കും, വള ഊരാടെ വെക്കും, ക്ലിപ്പ് അഴിച്ചവിടെ വെക്കും, ബാഗ് എടുത്ത് അടച്ച, എന്നിട്ട് നേരെ പോയി മേല് കഴുകി വന്ന് അടുക്കളയിലേക്ക് ഓടുകയാണ്. അവർക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അമ്മ ഈ ക്ലിപ്പിന്റെ സ്ഥാനം ഇവിടെയല്ല, ഇത് ഇവിടെയല്ല വെക്കേണ്ടത്, ഇത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നാണ് എന്റെ കുട്ടി പറയാ. പകരം നമ്മൾ അന്ന് അവരങ്ങനെ ചെയ്തപ്പോ തല്ലിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തല്ലി കിട്ടിയേനെ. അത്ര കുരുത്തക്കേട് ഞാൻ എന്റെ വീട്ടിൽ ഒപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എന്റെ മോള് അഗ്രസീവ് അല്ലാണ്ട് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ചിലപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ പല്ല് കടിച്ച് പറയും, അമ്മ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് മൂടി വെച്ചിട്ടില്ല, ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോ അമ്മ വരരുത് എന്ന് കൃത്യമായിട്ട് പറയും. അല്ലെങ്കിൽ വാതിൽ വലിച്ചടയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതേ കുട്ടികൾ ചെയ്യുള്ളൂ. ദേ ആർ അവർ അങ്ങനെ പറയില്ലേ, കണ്ണാടിയാണ്, ഇറ്റ്സ് ഓൺലി റിഫ്ലക്ഷൻ. ഈ ഗോപു പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്. ഈ ഫീറ്റൽ സ്റ്റേജിൽ നിന്ന് അമ്മയുടെ ഒരു ഇമോഷണൽ അല്ലെ, ഇമോഷണൽ എന്ത് ഇമോഷൻസിൽ കൂടെയാണോ ആ പ്രഗ്നൻസി ടൈമിൽ അമ്മ പോകുന്നത്, അത് കുറെയൊക്കെ എഫക്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. ക്ലിനിക്കൽ സ്റ്റഡീസ് അത് പറയുന്നുണ്ട്. നമുക്കത് ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ നമ്മൾ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളുടെ ഈ സ്വഭാവ വൈകല്യം, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര ദേഷ്യം, വാശി, പഠിക്കുന്നില്ല, വെറുപ്പ് കാണിക്കുന്നു, സാധനങ്ങൾ തല്ലിപ്പോ, ഇങ്ങനത്തെ സ്വഭാവം പറയുമ്പോൾ ഹിസ്റ്ററി എടുക്കുമല്ലോ സ്വാഭാവികം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് രണ്ടും കോറിലേറ്റ് ആവാറുണ്ട്. മിക്ക പാരന്റ്സും പറയും യെസ്, ആ സമയത്ത് ട്രോമ ഉണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു, മദർ ഇൻ ലോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നു ആ സമയത്ത്, പിന്നെ എന്താണ് ഈ ഡവറി സിസ്റ്റം ഉണ്ടല്ലോ അതിനെ കുറിച്ച് ചോദിച്ചിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് മാത്രമാണോ കാരണം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള അമ്മയുടെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് പ്രഗ്നൻസിയിൽ ഹാപ്പി ആയിരിക്കണം അല്ലെ, നല്ല ഫുഡ് കഴിക്കണം, പാട്ട് കേൾക്കണം, ബിരിയാണി കഴിക്കണം. അതൊരു ഒരു വലിയ എന്താ പറയാ, ഒരു ആഘോഷമാക്കിയിട്ടുണ്ട്. ബേബി ഷവർ, അതും ഇതും കുറെ ഗ്യാദറിംഗ്, ചേഞ്ചസ് ശരിക്കും ഈ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന കുട്ടികൾക്ക് ഭയങ്കര രസമായിരിക്കും. ആ മക്കള് ശരിക്കും നമ്മളൊക്കെ വെറും നഷ്ടായി പോയി, ഇപ്പൊ ഇപ്പൊ പറയാറ് ഞാൻ, ഏട്ടാ നമുക്ക് ഒന്നുകൂടി പ്രസവം ഗർഭിണിയായിട്ട് ഇതുപോലെ ബേബി ഷവറൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നഷ്ടാണ് ശരിക്കും. ഇനിയുള്ള കുഞ്ഞുങ്ങള് അവർക്ക് അവരെ കുറിച്ച് നല്ല സെൽഫ് റെസ്പെക്ട് ഉള്ള, നല്ല ബോധ്യമുള്ള, എങ്ങനെയാണ് സൊസൈറ്റിയിൽ പെരുമാറേണ്ടതെന്ന് മനസ്സിലാകുന്ന കുഞ്ഞുങ്ങളാണ് വരുന്നത്. ഇപ്പത്തെ കുട്ടികളും അങ്ങനെയാണ്. കാരണം അവരൊരു അൺവാണ്ടഡ് ആയിട്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെടാറില്ല. ഇല്ല. ഞാൻ പറയും, പാരന്റ്സിന് കുട്ടികളെ അറിയുന്നതിനേക്കാളും കുട്ടികൾക്ക് പാരന്റ്സിനെ അറിയാം. സത്യമാണ്. അതെങ്ങനെ? കുട്ടികള് നമ്മുടെ മൂഡ് നോക്കി, നമ്മുടെ രീതി നോക്കി എന്നിട്ടേ ഒരു കാര്യം അവതരിപ്പിക്കുള്ളൂ. അവതരിപ്പിക്കുന്ന രീതി മാറും. ഇനിയിപ്പൊ അവര് അച്ഛനും അമ്മയും തമ്മിൽ കുഴപ്പമാണെങ്കിൽ അന്ന് പറയില്ല, അമ്മയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ പറയില്ല, അച്ഛന്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നമുക്ക് പറയാനുള്ള കാര്യം അവരുടെ മൂഡ് നോക്കില്ല, അവരുടെ പരീക്ഷ നോക്കില്ല, അവരുടെ പീരീഡ്സ് നോക്കില്ല, കുട്ടികളുടെ ബ്രേക്കപ്പ് ആണോ ആയിട്ടുള്ള സമയമാണോ നോക്കില്ല, നമുക്ക് ഒരാൾ അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാപ്പൊ നമുക്ക് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, കൃത്യമായിട്ട് അത് പറയും. ഇപ്പൊ എന്റെ ജങ്ക് ഫുഡ് വല്ലതും വേണമെങ്കിൽ ഭയങ്കര സോപ്പ് ഇട്ടിട്ടേ വന്ന് ചോദിക്കുള്ളൂ. അതേസമയം വേറെ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ നോ പറയത്തില്ലാത്ത ഫുഡാണെങ്കിൽ, മമ്മ ഇന്ന് നമുക്കിത് മേടിച്ചാലോ, ഓക്കെ. ജങ്ക് ആണെങ്കിൽ മമ്മ ഇന്ന് മാത്രം, only for today, ഇന്ന് മാത്രം, ഇപ്പൊ മാത്രം നമുക്ക് ഒരു പ്രാവശ്യം ഇത് ഓർഡർ ചെയ്താലോ. അപ്പൊ ആ ടോണില് നമ്മള് അപ്പൊ കുട്ടികൾക്ക് അതെ നമ്മളതൊന്നും നോക്കില്ല. നമുക്കിന്ന് ജങ്ക് വേണോ, നമുക്കിന്ന് ഇത് ജങ്ക് കഴിക്കാം എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഞെട്ടും. മമ്മ സമ്മതിച്ചു
പറ്റുമോ? ചിലപ്പോ നമ്മളുടെ നമുക്കുള്ള ആ ഒരു ക്രേവിംഗ് കൊണ്ടായിരിക്കും. ഞങ്ങളെ വീട്ടിൽ വൺസ് ഇൻ എ വീക്ക് നൂഡിൽസ്, അതായത് നൂഡിൽസ് എനിക്കും ഇഷ്ടാ കുട്ടികൾക്കും ഇഷ്ടാ. അപ്പൊ എന്ന് തന്നാലും ആക്ച്വലി എനിക്കും കഴിക്കാൻ പറ്റും. പക്ഷെ ഈ അവയർനെസ് കൂടി 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 എന്നും നൂഡിൽസ് കഴിച്ച അൺഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ Wednesday. ഞങ്ങൾ ഒരു ഡേ വെച്ചു ഈ ദിവസം കഴിക്കും. അപ്പൊ ചിലപ്പോ എന്ത് പറ്റും വെച്ചാൽ ഈ തേഴ്സ്ഡേ കഴിച്ചാൽ ഇനി അടുത്ത തേഴ്സ്ഡേ നമുക്ക് എലിജിബിലിറ്റി ഉള്ളൂ ആക്ച്വലി നൂഡിൽസ് കഴിക്കാൻ. അപ്പൊ അങ്ങനെ സമയത്ത് അവള് പറയും മേ ബി വി ക്യാൻ സ്കിപ്പ് ഡേ ബിഫോർ നൂഡിൽസ് വേണല്ലോ. അപ്പൊ ഒരു കോംപ്രമൈസ്, അവളും കോംപ്രമൈസ് ഞാനും കോംപ്രമൈസ്. അങ്ങനെ ഒരു അല്ല അതില് ഈ പറഞ്ഞ പോലെ ആ ഒരു തീരുമാനം എടുക്കലുണ്ടല്ലോ, ഉം. നമ്മൾ ഒന്നിച്ചാ. ആ, പലപ്പോഴും ഇത് നമ്മള് ഒറ്റയ്ക്ക് തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യും. ആ. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഭയങ്കര ഓണം കൂടുതൽ ഉണ്ടവരായതുകൊണ്ട് നമ്മൾ പറയും ഞങ്ങൾ തീരുമാനം എടുക്കാന്ന് ഇൻഡയറക്ട്ലി വളരെ ഉം. ഇതായിട്ട് പറയും. ഇപ്പൊ